ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരള പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ഇരുസഭകളും അനുമതി നൽകി. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രേരക ശക്തിയായി പൊതുമൂലധനം മാറണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കോങ്കോയിൽ എബോള രോഗബാധ അതിവേഗം വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മുന്നേറ്റം. 8 സ്വർണം ഉൾപ്പെടെ മെഡൽ നേട്ടം 29ആയി. വാർത്തകൾ വിശദമായി. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 പേർക്കാണ് പുരസ്കാരം. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗും പങ്കെടുക്കും. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. രാജ്യസഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് ലോക്സഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുള്ള എംപിമാരായ എ റഹീം, പി സന്തോഷ് കുമാർ, ഹാരിസ് ബീരാൻ, ജോസ് കെ മാണി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ഇരുസഭകളും അനുമതി നൽകി. 2010 നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. വിദേശ സംഭാവനകളുടെ വിനിയോഗം കൂടുതൽ സുതാര്യവും ഉത്തരവാദിത്തമുള്ളതുമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ലോക്സഭാ സ്പീക്കർ നാമനിർദ്ദേശം ചെയ്യുന്ന 21 അംഗങ്ങളും രാജ്യസഭാ അധ്യക്ഷൻ നാമനിർദ്ദേശം ചെയ്യുന്ന 10 അംഗങ്ങളുമാണ് സമിതിയിൽ ഉണ്ടാവുക. നീറ്റ് വിദ്യാർത്ഥി പ്രശ്നം ഉൾപ്പെടെ ഏത് വിഷയവും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ സർക്കാരിന് പൂർണ്ണ സമ്മതമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ശ്രീ ഷാ പറഞ്ഞു. पक्ष संसद को चलने ही नहीं दे रहा है दोनों गृहों में, तो कोई जाकर क्या करेगा? जहां तक चर्चा का सवाल है, सरकार की ओर से किरण रिजिजू जी ने बहुत स्पष्ट कर दिया है कि जो नीट आंदोलन के छात्र प्रदर्शन पर सभी प्रकार की चर्चा करने के लिए सरकार तैयार है और चर्चा के लिए समय सुनिश्चित किया जाए और विपक्ष तैयार हो जाए. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രേരക ശക്തിയായി പൊതുമൂലധനം മാറണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ സ്വകാര്യ മൂലധനം സമാഹരിക്കുന്നതിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പങ്ക് എന്ന വിഷയത്തിലുള്ള സെമിനാറിനെ ജയ്പൂരിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ആഗോള വളർച്ചയുടെ പ്രധാന ചാലക ശക്തികളിലൊന്നാണ് ബ്രിക്സ് രാജ്യങ്ങളെങ്കിലും സ്വകാര്യ മൂലധനം ആകർഷിക്കുന്നതിൽ ഇവ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും അവർ പറഞ്ഞു. മൂലധന ലഭ്യത ഉറപ്പാക്കുന്നതിനൊപ്പം നിക്ഷേപകരുടെ ആത്മവിശ്വാസം വളർത്തുക, സ്ഥിരത നിലനിർത്തുക തുടങ്ങിയവയ്ക്കും തുല്യ പ്രാധാന്യമുണ്ടെന്ന് ധനമന്ത്രി പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ അധ്യക്ഷതയിൽ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. നാഷണൽ മീൻസ് കം മെരിറ്റ് സ്കോളർഷിപ്പ് പദ്ധതി 2030-31 സാമ്പത്തിക വർഷം വരെ തുടരുന്നതിനുള്ള നിർദ്ദേശം ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചതെന്ന് മന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്ന പദ്ധതിയുടെ തുടർന്നുള്ള നടത്തിപ്പിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. ഇന്ത്യൻ കൈത്തറി മേഖലയുടെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ആദരിക്കുന്നതിന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ സൃജൻ വോയിസസ് ഫ്രം ദ ലൂം എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. കൈത്തറി മേഖലയിലെ സ്ത്രീകളുടെ പ്രചോദനാത്മകമായ ജീവിതയാത്രകളെയും രാജ്യത്തിന്റെ നെയ്ത്ത് പാരമ്പര്യത്തിന് അവർ നൽകിയ സംഭാവനകളെയും ഉയർത്തിക്കാട്ടുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ പോർട്ട് ലൂയിസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രംഗൂലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സുരക്ഷാ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. നാവികസേന സഹകരണം, സംയുക്ത പരിശീലനം, വിവര കൈമാറ്റ സംവിധാനങ്ങൾ എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളായെന്ന് ഇന്ത്യൻ നാവികസേന സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഹർ ഘർ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായി ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലാ ഭരണകൂടം ഇന്നലെ ചെനാബ് നദിയിൽ തിരങ്ക ബോട്ട് റാലി സംഘടിപ്പിച്ചു. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഛത്തീസ്ഗഡിലെ ബസ്തറിലും തിരങ്ക യാത്ര സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഇന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും ഇന്നുണ്ടാകും. 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ നേവി ബാൻഡ് ഇന്ന് വൈകുന്നേരം കണ്ണൂരിൽ പ്രത്യേക സംഗീത പരിപാടി അവതരിപ്പിക്കും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. സ്വാതന്ത്ര്യത്തിന്റെ ആവേശവും രാജ്യസ്നേഹത്തിന്റെ അഭിമാനവും സംഗീതത്തിലൂടെ പകർന്നു നൽകുന്നതാവും കണ്ണൂർ താഴേച്ചൊവ്വയിലെ മോളിനു മുന്നിൽ നടക്കുന്ന ഈ പരിപാടി. മാസ്റ്റർ പെറ്റി ഓഫീസർ ആന്റണി രാജിന്റെ നേതൃത്വത്തിൽ ദേശഭക്തി ഗാനങ്ങളും ഹൃദയസ്പർശിയായ സംഗീതാവിഷ്കാരങ്ങളും ഉണ്ടാകും. 32 പേരടങ്ങുന്ന ടീമിൽ ഇന്ത്യൻ നേവി ബാൻഡിന്റെ മികവുറ്റ വാദ്യാവതരണം അരങ്ങേറും. വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കുന്ന സംഗീത പരിപാടി 1 മണിക്കൂർ നീണ്ടുനിൽക്കും. പ്രവേശനം സൗജന്യമാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ എബോള രോഗബാധ നിയന്ത്രണാതീതമായി അതിവേഗം വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. നിലവിലെ വ്യാപന നിരക്ക് തുടർന്നാൽ 2014-16 കാലഘട്ടത്തിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ 11,000-ലധികം പേരുടെ ജീവനെടുത്ത എബോള പ്രതിസന്ധിയേക്കാൾ മാരകമായി മാറുമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെദ്രോസ് അദാനോം ഗബ്രിയസ് പറഞ്ഞു. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഇന്ന് ഒഡീഷയിലും പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖലയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടകം, കിഴക്കൻ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട്, കാരയ്ക്കൽ, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഗോവ, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ദേശീയ നിർമ്മിത ബുദ്ധി നൈപുണ്യ സംരംഭത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച ആകെ രജിസ്ട്രേഷനുകളുടെ എണ്ണം 60,253 ആയതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പരിപാടിയുടെ 1ാം ഘട്ടത്തിലെ 2 മൊഡ്യൂളുകൾ പൂർത്തിയാക്കിയവരുടെ എണ്ണം 4,620 ആണ്. 552 പേരാണ് 1ാം ഘട്ടത്തിലെ 4 മൊഡ്യൂളും വിജയകരമായി പൂർത്തിയാക്കിയതെന്നും മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. 2 പഠന പ്ലാറ്റ്ഫോമുകളിലൂടെ ആകെ 33 മണിക്കൂർ ദൈർഘ്യമുള്ള 4 മൊഡ്യൂളുകളാണ് 1ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. AI അടിസ്ഥാന പാഠങ്ങൾ, പ്രോംപ്റ്റിംഗ് അടിസ്ഥാന പാഠങ്ങൾ, ജനറേറ്റീവ് AI എന്നിവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രായോഗികവും അടിസ്ഥാനപരവുമായ AI വൈദഗ്ധ്യം നൽകുന്നതിന് IICTയും സ്വകാര്യ മേഖലയിലെ പങ്കാളികളും സംയുക്തമായാണ് പാഠ്യപദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. AI സാക്ഷരത വർദ്ധിപ്പിക്കാനും വ്യവസായ മേഖലകൾക്ക് അനുയോജ്യമായ ഡിജിറ്റൽ ശേഷി വിദ്യാർത്ഥികളിൽ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് സംരംഭം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വിവിധ ഇനങ്ങളിലായി 3 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും ഇന്ത്യ സ്വന്തമാക്കി. ഇതോടെ 8 സ്വർണവും 7 വെള്ളിയും 14 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 29 യൂറോപ്പിലും UK-യിലും 30 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സൂര്യഗ്രഹണം ദൃശ്യമായി. തലമുറയിൽ ഒരിക്കൽ മാത്രം കാണാനാകുന്ന അപൂർവ പ്രതിഭാസത്തിന് ദശലക്ഷക്കണക്കിന് ആളുകൾ സാക്ഷിയായി. ഗ്രീൻലൻഡ്, ഐസ്ലൻഡ്, വടക്കൻ റഷ്യ, സ്പെയിൻ, പോർച്ചുഗൽ എന്നിവിടങ്ങളിൽ പൂർണ്ണ സൂര്യഗ്രഹണമാണ് ദൃശ്യമായത്. ഈ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമായിരുന്നില്ല. 2009 ജൂലൈ 22-നാണ് ഇന്ത്യയിൽ അവസാനമായി പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരള പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ഇരുസഭകളും അനുമതി നൽകി. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രേരക ശക്തിയായി പൊതുമൂലധനം മാറണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കോങ്കോയിൽ എബോള രോഗബാധ അതിവേഗം വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് മുന്നേറ്റം.
8 സ്വർണം ഉൾപ്പെടെ മെഡൽ നേട്ടം 29 വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.